ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 13. സ്വാമി, കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് കേട്ടിട്ടുണ്ട്. നന്മ തിന്മകൾക്ക് ഞങ്ങൾ തന്നെയാണല്ലോ ഉത്തരവാദി. അതുകൊണ്ട് കർമ്മഫലം അനുഭവിച്ചേ തീരൂ. അപ്പോൾ ഭക്തിക്ക് എങ്ങനെ ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കും? മനുഷ്യന്റെ സന്തുഷ്ടിക്ക് സ്വാതന്ത്ര്യമായി ഉപയോഗിക്കുവാൻ വിഭു പ്രപഞ്ചം സൃഷ്ടിച്ചു നൽകി. പക്ഷേ ഒരു വ്യവസ്ഥയിലാണ് ഭഗവാൻ ഇത് ചെയ്തിരിക്കുന്നത്. അല്ലയോ മനുഷ്യ, നിനക്ക് ആഗ്രഹമുള്ളതെല്ലാം ചെയ്യാം, പക്ഷെ അതിന്റെ ഫലം കൂടി സ്വീകരിക്കാൻ നീ ഒരുങ്ങുക. പ്രവൃത്തിയുടെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കിയാൽ ഈ നിമിഷം മുതൽ സന്തോഷിക്കാം. ആഗ്രഹമുള്ളതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യാം. നന്മ തിന്മകളുടെ ഫലം സ്വയം അനുഭവിക്കണമെന്ന് മാത്രം. അങ്ങനെയെങ്കിൽ എന്തിന് ഈശ്വരഭക്തി? അതെങ്ങനെ നിങ്ങളെ സഹായിക്കും? ഇതിനുള്ള ഉത്തരം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തം സ്ഥലത്ത് മുല്ലയും ഉള്ളിയും കൃഷി ചെയ്യാം. പക്ഷേ നികുതി അടയ്ക്കണമെന്ന് മാത്രം. വരുമാനത്തിനനുസരിച്ചുള്ള ഇൻകം ടാക്സ് ആണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക. ഇതിൽ നിന്നും ഒഴിവാകാൻ വയ്യ. എങ്കിലും ചില പഴുതുകളുണ്ട്. ഈ പഴുതുകൾ നിയമവിരുദ്ധവുമല്ല. ഇൻഷുറൻസ്, PF തുടങ്ങിയവയിൽ പണം അടച്ചാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നും കുറച്ച് ഇളവ് അനുവദിക്കപ്പെടുന്നു. ഇതുപോലെ ആധ്യാത്മിക പരിശീലനം, പ്രാർത്ഥന, ജപം, ധ്യാനം, സേവനം നിങ്ങളുടെ കർമ്മഫലത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നു, അതിന്റെ വലിപ്പം കുറയ്ക്കുന്നു. മാത്രമല്ല കർമ്മഫലങ്ങളെ നേരിടാനും അനുഭവിക്കാനുമുള്ള ശക്തിയും സഹനശക്തിയും ലഭിക്കുന്നു. സ്വാമി, നല്ലതായാലും ചീത്തയായാലും കർമ്മഫലം പരിത്യജിക്കാൻ ഭഗവത്ഗീത അരുളുന്നു. തിന്മകളെ എങ്ങനെ സ്വാമിക്ക് സമർപ്പിക്കും? നന്മ തിന്മകൾ ഭഗവാന് സമർപ്പിക്കുക. സമ്പൂർണം ശരണാഗതി അടയുക. കർമ്മഫലങ്ങൾ നന്മയായാലും തിന്മയായാലും സ്വീകരിക്കേണ്ടതില്ല. ഭഗവാൻ നന്മ തിന്മയ്ക്ക് അതീതനാണ്. ജലം ശുദ്ധമോ അശുദ്ധമോ ആകട്ടെ, അത് ഗംഗയുമായി കലർന്നാൽ ഗംഗയെ അത് ബാധിക്കുകയില്ല. ഗംഗയുടെ പരിശുദ്ധി കുറയുന്നുമില്ല. അഗ്നിയിൽ എന്തിട്ടാലും കത്തി ദഹിക്കുന്നു. അഗ്നിയെ അശുദ്ധമാക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. അതുപോലെ നന്മ തിന്മകൾ ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്മ തന്നെ ലഭിക്കും. ഒരു ചെറിയ ഉദാഹരണം. നിങ്ങളുടെ കൈവശം 500 രൂപയുടെ നോട്ടുണ്ടെന്ന് കരുതുക. എവിടെ പോയാലും ആ പണത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കും. കാപ്പി കുടിക്കാൻ കടയിൽ കയറുമ്പോൾ പോക്കറ്റിൽ കൈയിട്ട് നോക്കും. പണം പോക്കറ്റടിച്ചു പോകാതിരിക്കാൻ തിയേറ്ററിലാണെങ്കിൽ പോലും ജാഗ്രതയായിരിക്കും. നിങ്ങളുടെ ധനം ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് കരുതൂ. അപ്പോൾ നിങ്ങൾക്ക് തെല്ലും പരിഭ്രമം കാണുകയില്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ നന്മകളെല്ലാം പ്രതിഫലം ആഗ്രഹിക്കാതെ വിഭുവിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്വസ്ഥനായി. ഇവിടെ നിങ്ങൾ ഖ്യാതി നേടുന്നില്ല. നിങ്ങൾ വിഭുവിന് നന്ദി പറയുക മാത്രം ചെയ്യുന്നു. നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഈ സദ്ഫലങ്ങൾ ഉണ്ടായതെന്ന് നിങ്ങൾ അവകാശപ്പെട്ടാൽ നിങ്ങളിൽ ഞാൻ ചെയ്യുന്നു കർത്തൃത്വ ബോധം എന്ന ബോധമുണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾ അഹങ്കാരിയും അഭിമാനിയുമാകും. ദുഃഖത്തിന്റെ മൂലം ഇതാണ്. അതുകൊണ്ട് പ്രവൃത്തിയുടെ ഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. ഇനി നന്മ തിന്മകൾ ഭഗവാന് സമർപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാലും അതൊടുവിൽ നിങ്ങളെ സഹായിക്കുമെന്നും അറിയാനാകും. ചെറിയൊരു ഉദാഹരണം. നിങ്ങളുടെ കയ്യിൽ മലിനമായ കീറിയ 500 രൂപയുടെ നോട്ടുണ്ടെന്ന് കരുതുക. ആരും അത് സ്വീകരിക്കുകയില്ല. ആ രൂപ കൈവശമുള്ളത് കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ആ നോട്ട് കളയാനും വയ്യ. കീറിയ ആ നോട്ട് റിസർവ് ബാങ്കിൽ കൊടുക്കൂ. അവർ അത് സ്വീകരിക്കും. നല്ല നോട്ട് തിരികെ തരും. റിസർവ് ബാങ്ക് ഈ നോട്ട് സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. നോട്ടിലെ നമ്പർ കൃത്യമായി വായിക്കുവാൻ സാധിക്കണം. ഇങ്ങനെയെങ്കിൽ പഴയ നോട്ട് സ്വീകരിക്കും, പുതിയത് നൽകുകയും ചെയ്യും. ഈശ്വരനാണ് ഇവിടുത്തെ റിസർവ് ബാങ്ക്. ഈശ്വരന് മാത്രമേ നിങ്ങളിലെ തിന്മകൾ സ്വീകരിക്കുവാനും നിങ്ങളെ പരിവർത്തനം ചെയ്ത് നന്നാക്കുവാനും സാധിക്കൂ. പക്ഷേ അതിൽ ഭക്തിയുടെ മുദ്ര ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നന്മ തിന്മകളെല്ലാം ഭഗവത് തൃപ്പാദത്തിൽ സമർപ്പിക്കൂ. നിങ്ങൾക്കത് നന്മ നൽകുക തന്നെ ചെയ്യും. ഓം തത് സത്ത്.